ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്കക്കൂഞ്ഞ് തോരനാണ്. ഇതിനായിട്ട് ചക്കക്കൂഞ്ഞ്, ചക്കക്കുരു, തേങ്ങാക്കൊത്ത് എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് കടുക് വറുക്കാൻ ജീരകം, കടുക്, വറ്റൽമുളക് എന്നിവ മൂത്ത് കഴിയുമ്പോഴും ഈ തേങ്ങാക്കൊത്ത്, ചക്കക്കുരു, ചക്കക്കൂഞ്ഞ് ഈ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്കുള്ള അരപ്പിൻ്റെ കാര്യമാണ്. ഈ അരപ്പ് ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, അരമുറി തേങ്ങ എന്നിവ അരച്ചതാണ് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഈ അരച്ചത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കലക്കിയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് മിക്സ് ചെയ്യുക. നമ്മൾ ഇട്ട കഷ്ണത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ കഷ്ണത്തിന് നികക്ക വെള്ളം കിടക്കണം. നല്ലപോലെ വെള്ളം വേണം ഈ ചക്കക്കൂഞ്ഞും ചക്കക്കുരുവും ഒക്കെ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളവും ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പും ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് ഇതൊന്ന് കുറച്ചൊന്ന് വേഗം ആകുമ്പോൾ അതൊന്ന് തുറന്ന് ഇപ്പം അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്, പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത്തിരി ഗരം മസാലയും കൂടെ ചേർക്കണം. ഈ ഗരം മസാല ചേർത്ത് ഒന്നുകൂടി ഇളക്കി അടച്ചൊക്കെ വെച്ച് ഈ വെള്ളം തീർത്തും വറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ച് ചെറിയ തീയിലാണ് പിന്നെ വേവിച്ചെടുക്കേണ്ടുന്നത്. അങ്ങനെ നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞ് ഇനി ഇത് തീർത്തും വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് എടുക്കുമ്പോൾ നമ്മുടെ ചക്കക്കൂഞ്ഞ് തോരൻ റെഡിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.